പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് നോയൽ. ഞാൻ കാഞ്ഞിരപ്പള്ളിയാണ് എൻ്റെ ദേശം, കോട്ടയത്തുള്ള. ഞാൻ ശരിക്കും നിലവിൽ ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്നത് റേസ് ടു എക്സലൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കൊച്ചി ആസ്ഥാനമായിട്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയെ ബേസ് ചെയ്താണ് ഞാൻ വരുന്നത്. ഞാൻ ആ കമ്പനിയുടെ CEO ആണ്. ഞാനൊപ്പം തന്നെ ഞാൻ പുറത്ത് വർക്ക് ചെയ്യുന്നു. ഞാൻ മസ്കറ്റിൽ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ജനറൽ മാനേജറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞാനിന്ന് ഇവിടെ എത്തിച്ചേർന്നത് തന്നെ. കാരണം നമ്മുടെ ഇത്രയും ബഹുമാനപ്പെട്ട TG സാമുവൽ സാറിൻ്റെ ഒരു അപ്രതീക്ഷിതമായിട്ട് എനിക്കൊന്ന് മീറ്റ് ചെയ്യാൻ ഒരു അവസരമുണ്ടായി. അതായത് നമ്മുടെ ചരൽക്കുന്നിൽ വെച്ച് നടന്ന ഒരു ആനുവൽ കോൺഫറൻസ്, നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ ഒരു ആനുവൽ കോൺഫറൻസിൽ എനിക്ക് ഒരു ദൈവത്തിൻ്റെ ഒരു പദ്ധതി പ്രകാരം എനിക്കൊന്ന് മീറ്റ് ചെയ്യാൻ ഒരു അവസരമുണ്ടായി. അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടാണ് ഞാൻ ഇന്ന് ശരിക്കും ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരോടുമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് റിക്വസ്റ്റ് ചെയ്യുവാണ്. ഞങ്ങളിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ കൂടെ വന്നിട്ടുള്ളത് നിതിനാണ്. നിതിന് നമ്മുടെ കമ്പനിയുടെ ഈ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിൻ്റെ ഡയറക്ടറാണ്. ഒപ്പം തന്നെ നമ്മുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറോടെയാണ് നമ്മുടെ കമ്പനിയുടെ. അപ്പോൾ എല്ലാവരോടുമായിട്ടും ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്നത്, എല്ലാവരുടെയും മൊബൈൽ ഫോണ് ഒന്ന് താത്തു വെക്കണം. വേറെ ഒന്നും കൊണ്ടുമല്ല, ഞങ്ങൾ ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു മാറ്റർ വളരെ കോൺഫിഡൻഷ്യലാണ്, വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും തങ്ങളുടെ മൊബൈൽ ഒന്ന് മാറ്റിവെച്ച് ദയവ് ചെയ്ത് ഇത് റെക്കോർഡ് ചെയ്തതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ഇതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് നമ്മുടെ മീഡിയ ടീം ഒന്ന് ഓഫ് ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ പേര് പ്രൊജക്ട് ജെംസ് എന്നാണ്. പ്രൊജക്ട് ജെംസ് അതായത് ഇന്ന് ഇന്ത്യയിൽ 17ഓളം സംസ്ഥാനങ്ങളിൽ നിന്നായി 1700ഓളം കുട്ടികൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആഗോളതലത്തിൽ, അതായത് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്ന ഒരു ചലഞ്ചാണ് ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. മൈഗ്രേഷൻ്റെ ഒരു ചലഞ്ചുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യവുമായിട്ടൊരു ഗവൺമെൻറ് ഓഫീസിൽ നമ്മൾ കയറി ചെന്നാൽ നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് നിന്ന് സംസാരിക്കാനോ കാര്യങ്ങൾ നടത്തി തരാനോ നമ്മുടെ ഒരു മനുഷ്യൻ പോലും ഇല്ല എന്നുള്ള വാസ്തവം എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു ചലഞ്ച് ഞങ്ങളൊരു 7-8 വർഷം മുമ്പേ കണ്ട് അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വലിയൊരു ഗ്രൂപ്പിനെ, അതായത് അടുത്ത തലമുറയെ ഞങ്ങൾ മോൾഡ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവരെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ഇവിടെ പ്രസൻറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഈ പ്രൊജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും സ്നേഹം നിറഞ്ഞ നമ്മുടെ നിതിനെ ഞാൻ ക്ഷണിക്കുകയാണ്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സന്തോഷമുണ്ട് ഇത്രയും അഭിഷേകമുള്ള ഒരു വേദിയിൽ ഇത്രയും ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി അത് അവതരിപ്പിക്കാൻ ദൈവം നൽകിയ ഈ അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ പേര് നിതിൻ എന്നാണ്, നിതിൻ ജോസ് എന്നാണ്. ഞാൻ റേസ് ടു എക്സലൻസിൻ്റെ ഡയറക്ടേഴ്സിൽ ഒരാളാണ്. ഒപ്പം ഈ പ്രൊജക്ട് ജെംസിൻ്റെ അതിൻ്റെ നേതൃനിരയിൽ ഈ പ്രൊജക്റ്റിനെ നയിക്കുന്നു. കുറച്ച് പേരൊക്കെ എന്നെ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഹാർവസ്റ്റ് പോലെ തന്നെയുള്ള ഷെക്കീന ടെലിവിഷൻ എന്ന് പറഞ്ഞൊരു ചാനൽ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ, സമുദായം നേരിടുന്ന പ്രതിസന്ധികളൊക്കെ ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്ന, സമൂഹത്തിൽ ചർച്ചയാക്കുന്ന ആ ചാനലിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. അതിൽ നമ്മുടെ സമൂഹം നേരിടുന്ന പ്രതിസന്ധികൾ, ധാരാളം വിഷയങ്ങളിൽ നമ്മുടെ പ്രതിസന്ധികൾ സമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു മാധ്യമ ശുശ്രൂഷ നടത്തുന്നു. ഷെക്കൈന ബിഗ് ഡിബേറ്റ്, ഷെക്കൈന ഫയർ റൂം എന്നിങ്ങനെ 2 മാധ്യമ ശുശ്രൂഷയും എൻ്റെ ഈ ജോലിയുടെ നിശ്ചിത സമയം മാറ്റിവെച്ച് ഞാൻ ചെയ്യുന്നു. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ പ്രധാനപ്പെട്ട മേഖലയിലേക്ക് വരാം. നോയൽ പറഞ്ഞത് കഴിഞ്ഞ 20 വർഷമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. റേസ് ടു എക്സലൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു സ്ഥാപനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഒരു മുന്നേറ്റം റേസ് ടു IAS ആയിരുന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മൾ ഇന്ത്യയിൽ ഒട്ടാകെ സിവിൽ സർവീസ് പരിശീലനം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം, ധാരാളം ഇനീഷ്യേറ്റീവ്സ്, പരിശീലനങ്ങളൊക്കെ നമ്മൾ കൊടുത്തു പോവുകയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് പൊതുസമൂഹത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ക്രൈസ്തവ സ്ഥാപനങ്ങളെല്ലാം അങ്ങനെയാണല്ലോ അല്ലേ? 58,234 ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. എന്നാൽ ഈ ചിത്രത്തിൽ കാണുന്ന കണക്ക് നമ്മളെ ഞെട്ടിക്കേണ്ടതാണ്.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ, ജോലി ഇല്ലാത്ത ഏറ്റവും കൂടുതൽ സമൂഹം ക്രൈസ്തവ സമൂഹമാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അതിശയം കാണും അല്ലേ. 58,000-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നാനാജാതി മതസ്ഥരുടെ ജീവിതങ്ങളെ കെട്ടിപ്പൊക്കുകയും അവർക്ക് എല്ലാ വിധത്തിലുമുള്ള ജീവിത സാഹചര്യങ്ങൾ നിർമ്മിക്കുകയും ചെയ്ത നമ്മളുടെ സമൂഹം, ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹമാണ് ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, തൊഴിൽ രാഹിത്യത്തിലേക്ക് പോകുന്നത്. അത് മുസ്ലിം സമൂഹത്തിന് 2.4% ഉള്ളൂ, ഹൈന്ദവ സമൂഹത്തിന് 3.2% ഉള്ളൂ. ഇത് കേന്ദ്ര സർക്കാർ അടുത്തിടയ്ക്ക് പ്രസിദ്ധീകരിച്ച എക്കണോമിക് സർവേയിലെ കഥയാണ്. എന്നാൽ നമുക്ക് മറ്റൊരു ഡേറ്റ് കൂടി നോക്കാം. നമുക്കറിയാം ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് അല്ലേ, ഒരു കുടുംബത്തിൽ എത്ര മക്കൾ ഉണ്ടാകുന്ന ഒരു കണക്ക്, അത് ഇന്ത്യയിലെ ക്രിസ്ത്യൻസിൻ്റെ കണക്ക് 1.88, കേരളത്തിലെ കണക്ക് 1.77. എന്നാൽ സർക്കാർ പറയുന്ന അല്ലെങ്കിൽ പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന ആളുകൾ പറയുന്നത് ഒരു തലമുറ, അടുത്ത ജനറേഷൻ ഇവിടെ ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2.1 എങ്കിലും വേണമെന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു അല്ലേ? 1.77 നമ്മൾ നിൽക്കുന്ന സാഹചര്യം മറ്റു മതസ്ഥർക്കൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ കാണുന്നു. മുസ്ലിം സഹോദരങ്ങൾക്ക് 2.25. അപ്പോൾ നമ്മൾ ആരെയും പഴിക്കുകയോ പരിതപിക്കുകയോ ഒന്നുമല്ല. നമ്മുടെ മറ്റുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. നമ്മൾ വലിയ സാമൂഹിക പ്രതിസന്ധികൾ നേരിടുന്നു അല്ലേ. ഷെക്കീന ന്യൂസിൽ തന്നെ നമ്മളുടെ പാസ്റ്റർമാര് നോർത്ത് ഇന്ത്യയിലെ മനോഹരമായ ശുശ്രൂഷകളെ കുറിച്ച് പറയുമ്പോഴും അവിടെയൊക്കെ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ, ആക്രമണങ്ങളൊക്കെ നമ്മൾ കാണുകയും അതൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ വായിക്കുന്ന ഒരു സാഹചര്യം. ഇനിയുള്ള കാലത്ത് നമ്മളുടെ ജോലി സുരക്ഷിതത്വം, ഇപ്പൊ AI ഒക്കെ വരുവാണ് അല്ലേ, നമ്മളെല്ലാവരും AI കാലത്തായി മാറി. അപ്പൊ നമ്മുടെ മേഖലയിൽ ജോലി സുരക്ഷിതത്വത്തിന്റെ പ്രശ്നങ്ങളെല്ലാം മുന്നോട്ട് പോകുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറയാം മൈഗ്രേഷൻ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടത്തുന്നത് പോപ്പുലേഷൻ 2%. 2% നമ്മളുടെ മൈഗ്രേഷൻ 16% അല്ലേ. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മറ്റു സമൂഹവുമായി താരതമ്യം ചെയ്യുമ്പോൾ 8 ഇരട്ടി ആളുകൾ നമ്മുടെ ഈ നാട് വിട്ടു പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അടുത്ത 10 വർഷം കഴിയുമ്പോൾ പ്രിയപ്പെട്ട പാസ്റ്റർമാരെ, നമ്മളുടെ ഈ വിശ്വാസം നമുക്ക് അടുത്ത തലമുറയ്ക്ക് പങ്കുവെക്കാൻ നമുക്ക് എത്രത്തോളം സാധിക്കും? നമ്മുടെ മക്കൾ ഈ നാട് വിട്ടു പോകുന്നു, നമ്മുടെ മക്കൾക്ക് ഈ നാട്ടിൽ ജോലിയില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അടുത്ത തലമുറയ്ക്ക് നമ്മൾ എങ്ങനെ ഈ വിശ്വാസ ചൈതന്യം നമ്മൾ അടുത്ത തലമുറയ്ക്ക് എങ്ങനെ നമ്മൾ പങ്കുവെക്കും? അവർക്ക് സുസ്ഥിരമായ ഒരു ജോലി സാധ്യത, അവർക്ക് അന്നത്തിനുള്ള വക ഈ നാട്ടിൽ നമ്മൾ കണ്ടുപിടിക്കാത്തിടത്തോളം കാലം. ഇന്ന് ഹഗ്ഗായി പ്രവാചകനെ കുറിച്ച് മനോഹരമായ ഒരു പ്രഭാഷണം, ഞാനത് മുഴുവൻ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. പഴയ നിയമത്തില് ജോസഫിനെ നമുക്കറിയാം അല്ലേ. ജോസഫിന്റെ ഒരു മനോഭാവത്തോടുകൂടി നമുക്ക് ഇനിയുള്ള കാലത്തിനു വേണ്ടി ഒരുങ്ങണം എന്നത് മാത്രമാണ് അടുത്ത 20 മിനിറ്റിലെ എൻ്റെ സംഭാഷണത്തിൻ്റെ രത്ന ചുരുക്കം. ഫറവോയ്ക്ക് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അടുത്ത 7 വർഷക്കാലം സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്നും അതിനുശേഷമുള്ള ക്ഷാമകാലത്തിനു വേണ്ടി ഈ സമ്പദ് സമൃദ്ധിയുടെ സമയത്ത് നീ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ആ ജോസഫിന്റെ ദീർഘവീക്ഷണമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കുണ്ടാകേണ്ടത്. ദൈവകൃപയാൽ നമുക്ക് സമ്പദ് സമൃദ്ധിയുടെ ഒത്തിരി അവസരങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് ഒന്നാകെ ദൈവം നൽകിയിട്ടുണ്ട്. നമുക്ക് ചില പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ഒത്തിരി സാമ്പത്തികമായ സാധ്യതകൾ ദൈവം നൽകിയിട്ടുണ്ട്. പക്ഷേ അടുത്ത 10 വർഷം കഴിയുമ്പോൾ ഇതൊക്കെ ആസ്വദിക്കുവാനും ഇതൊക്കെ സൂക്ഷിക്കുവാനും അടുത്ത തലമുറ ഈ നാട്ടിൽ നിർത്തുവാനും സുസ്ഥിരമായ പദ്ധതികളില്ലെങ്കിൽ നമുക്ക് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ ദൈവത്തിൻ്റെ പ്രൊവിഡൻസിൽ നമ്മൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും, ദൈവം നമുക്ക് കൃപ നൽകും. പക്ഷേ പ്രൊവിഡൻസ് വിത്ത് പ്രൂഡൻസ് അല്ലേ, അതിനൊരു ബോധ്യത്തോടെ നമുക്ക് തയ്യാറെടുക്കാനുള്ള ആ ഒരു ആഹ്വാനമാണ് പ്രൊജക്ട് ജെംസ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ ഈ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു പദ്ധതിയുടെ ഏറ്റവും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഇവിടെ ജോസഫിൻ്റെ കാലത്ത് നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ അടുത്ത 10 വർഷം കഴിയുമ്പോൾ ഈ നാട്ടിൽ നമ്മൾ അടിമകളാകുമോ അതോ ഉടമകളാകുമോ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരത്തിൻ്റെ മേഖലയും ഒരു ശുശ്രൂഷയായി കാണണമെന്നാണ് ഈ വേദിയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഗവൺമെൻറ് മേഖല ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളെ, സാധ്യതകളെ നമുക്ക് അതിലേക്ക് നമ്മുടെ കുട്ടികളെ ബിൽഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഈ നാട് ഭരിക്കാനും ഈ നാട് നയിക്കാനും ഈ നാടിനെ വിശ്വാസത്തിലും വിശുദ്ധിയിലും നയിക്കുവാനും തയ്യാറെടുക്കുന്ന മക്കളെ
നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാൻ സാധിക്കും. അതാണ് പ്രൊജക്ട് ജെംസ് എന്ന് പറഞ്ഞ പദ്ധതിയിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് നോയൽ പറഞ്ഞതുപോലെ 18 സംസ്ഥാനങ്ങളിൽ 1700-അധികം വിദ്യാർത്ഥികൾ അവരുടെ മുന്നേറ്റത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇത് കത്തോലിക്ക സഭയിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ഏറ്റവും ആദ്യം സ്ഥാപിച്ചത്. അവിടെ വിവിധ സന്യാസ സഭകൾ, രൂപതകൾ ഈ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്തു. അതിനുശേഷം വിവിധ ക്രൈസ്തവ സമൂഹങ്ങൾ ഈ പ്രൊജക്റ്റിലേക്ക് വരികയാണ്. ആ ഒരു ചർച്ചയിലാണ് ഈ ഒരു അവസരം ഇവിടെ നമ്മൾ ഇത് പങ്കുവെക്കുന്നത്. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രൊജക്ട് ജെംസ് ഗവൺമെന്റ് മേഖലയിലേക്ക് നമ്മുടെ മക്കളെ കൈപിടിച്ചുയർത്തുന്ന വലിയ ദൗത്യം. ഇത് 4 ഘട്ടമാണ് ഇതിനുള്ളത്. ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മാത്രമാണ് പ്രവേശിക്കുന്നത്. 7, 8, 9 എന്ന് പറയുന്നത് അവൻ്റെ ആദ്യത്തെ ഫേസ്. ഈ ഒരു കാലത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് കുട്ടികൾക്ക് ധാരാളം സ്കോളർഷിപ്പ് പരീക്ഷകൾ ഈ രാജ്യത്ത് ലഭ്യമാണ്. ഈ സ്കോളർഷിപ്പ് പരീക്ഷകൾ പരമാവധി കരസ്ഥമാക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ പ്ലാറ്റ്ഫോമിൽ 36 കുട്ടികൾക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ NMMS എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് കിട്ടിയത്. അതായത് ഒരു കുട്ടിക്ക് 48,000 രൂപ 8ാം ക്ലാസ്സിൽ കിട്ടുന്ന സ്കോളർഷിപ്പാണ് NMMS എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ്. 17 ലക്ഷം രൂപയാണ് നമ്മളുടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വീടുകളിലേക്ക് നമ്മൾ കൊടുത്ത പ്രത്യേക പരിശീലനം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് USS എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് പരീക്ഷയുണ്ട്. 4,500 രൂപയാണ് സ്കോളർഷിപ്പ്. 75 കുട്ടികളാണ് കഴിഞ്ഞ വർഷം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ പരിശീലിപ്പിച്ച് നേടിയത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് 4 മേഖലയിൽ നമ്മൾ അവരെ ബിൽഡ് ചെയ്യുമ്പോഴും 4 തരത്തിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് 10, 11, 12. അവിടെ കുട്ടികൾ ബോർഡ് എക്സാമിനും അവരുടെ വലിയ പരീക്ഷകൾക്കും ഒക്കെ തയ്യാറെടുക്കുന്ന സമയത്ത് ആ നിലയിൽ നമ്മൾ കുട്ടികളെ ബിൽഡ് ചെയ്യുകയും മോൾഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭാഗം. മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കള് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കണം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോമ്പറ്റന്റ് ആയിട്ടുള്ള അധ്യാപകരുടെ നേതൃത്വത്തിൽ കുറഞ്ഞ ഫീസിൽ സർക്കാരിൻ്റെ പരമാവധി സ്കോളർഷിപ്പ് കൈപ്പറ്റി നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ലഭിക്കണം. അതാണ് നമ്മുടെ മൂന്നാമത്തെ ലക്ഷ്യം. 4ാമത്തെ ലക്ഷ്യമാണ് നമ്മുടെ മക്കളെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെൻറ് ജോലിയിലേക്ക് അവരെ ബിൽഡ് ചെയ്യാൻ പരമാവധി നമ്മൾ ശ്രമിക്കുന്നു. അതിൽ IAS ഉണ്ട്, IPS ഉണ്ട്, IFS ഉണ്ട്, ഇന്ത്യൻ ലോ ഉണ്ട്. ലോയിൽ അഡ്വക്കേറ്റ് ആകാനുള്ള മേഖലയുണ്ട്, ജേർണലിസ്റ്റ് ആകാൻ, സഭയ്ക്കൊപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിലെത്താൻ സർക്കാർ മേഖലയിൽ തന്നെ ധാരാളം ജോലികൾ ജേർണലിസം പഠിച്ചാൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് ഉൾപ്പെടെയുള്ള മേഖലകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ ഉണ്ട്, വിവിധ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ ബാങ്കുകളുടെ പരീക്ഷകൾ, ഇതെല്ലാം ചേരുന്ന സാധ്യതകളിലേക്ക് നമ്മുടെ കുട്ടികളെ ബിൽഡ് ചെയ്യുക എന്നതാണ് ഈ പ്രൊജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിലുപരി കുട്ടികളായിരിക്കുന്ന സാഹചര്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഒരു ജെം സിറ്റിസൺ എന്നൊരു കൺസെപ്റ്റിലേക്ക്, എല്ലാ അർത്ഥത്തിലുമുള്ള സ്കില്ലുകൾ ബിൽഡ് ചെയ്യുന്ന, സാധ്യതകൾ മനസ്സിലാക്കുന്ന ജെം സിറ്റിസൺസ് ആയി നമ്മുടെ കുട്ടികളെ ബിൽഡ് ചെയ്യുക എന്നതാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. 7ാം ക്ലാസ്സിൽ അവർ സ്കൂളിൽ പഠിക്കുന്ന വിഷയങ്ങൾ ഇതിലുണ്ട്. എന്നാൽ സ്കൂളിൽ പഠിക്കാത്ത ഒരു 8ഓളം പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒരു വിഷയം ഇങ്ങനെയാണ്, അത് വാല്യൂസ് ആൻഡ് ലൈഫ് സ്കിൽസ് എന്നാണ്. നമ്മുടെ മൂല്യങ്ങളിൽ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുക. മീഡിയ ലിറ്ററസി എന്നൊരു വാക്കുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ മൊബൈൽ ഫോണിൻ്റെ അടിമകളായി മാറുന്ന AI കാലത്ത് കുട്ടികളെ എങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം, മാധ്യമങ്ങളെ എങ്ങനെ ഉപയോഗിക്കാൻ നമുക്ക് പഠിപ്പിക്കാം. മീഡിയ ലിറ്ററസി നമ്മളുടെ ഈ കരിക്കുലത്തിൻ്റെ ഭാഗമാണ്. ഹെൽത്ത് ആൻഡ് വെൽനെസ്, ആരോഗ്യമില്ലാത്ത ഒരു സമൂഹമാണ്, പ്രത്യേകിച്ച് കുട്ടികളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അവർക്ക് ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ ഒരു കുട്ടിയുടെ സമഗ്രമായ വ്യക്തിത്വ വികസനം സാധ്യമാക്കുന്ന ഒരു കരിക്കുലത്തിലൂടെയാണ് നമ്മൾ പ്രൊജക്ട് ജെംസിനെ അണിയിച്ചൊരുക്കിയത് ദൈവകൃപയാൽ. ഈ സ്ക്രീനിൽ കാണുന്ന അത്രയും കാര്യങ്ങളിലൂടെയാണ് ഈ പദ്ധതി നിർവഹിക്കപ്പെടുന്നത്. ഇടതുവശത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ സ്വപ്നം വെക്കുന്ന ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകത, എല്ലാ ദിവസവും പരമാവധി ഒരു 20 മിനിറ്റ് to 30 മിനിറ്റ് സമയം ഒരു കുട്ടി ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കണം. നമ്മുടെ ലക്ഷ്യം എന്താണ്? അടുത്ത 10 വർഷത്തിന് ശേഷം അവൻ എത്താൻ പോകുന്ന സാധ്യതയ്ക്ക് വേണ്ടി അവൻ എല്ലാ ദിവസവും ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഈ ഒരു പരിശീലന പദ്ധതിയുടെ ഭാഗമാകുക എന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ എല്ലാ ദിവസവും കുട്ടികൾ ഒരു ചിട്ടയുള്ള കുട്ടിയായി മാറുന്നു. അടുക്കും ചിട്ടയും ടൈം ടേബിളും ഒരു സമയ ക്രമീകരണവും ടൈം മാനേജ്മെൻറ്റും ഒക്കെയുള്ള കുട്ടിയെ നമ്മൾ ബിൽഡ് ചെയ്യുന്നു.
എല്ലാ ദിവസവും ഒരു 30 മിനിറ്റ് സമയം അവർ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നു. അവർക്ക് ഇന്ന് രാജ്യത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട മത്സര പരീക്ഷകളുടെയും PSC, SSC, UPSC ഉൾപ്പെടെയുള്ള റെയിൽവേ ഉൾപ്പെടെയുള്ള ബാങ്ക് പരീക്ഷകൾ ഉൾപ്പെടെയുള്ള മേഖലകളുടെ സമാനമായ ചോദ്യങ്ങളിൽ നമ്മളിട്ട് എല്ലാ ദിവസവും കുട്ടിയെ പരിശീലിപ്പിച്ച് ഈ ഒരു പ്രക്രിയയുടെ ഭാഗമാക്കുന്നു. ഓരോ കുട്ടിയെയും ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമാക്കാൻ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് അക്കാഡമിക് മെന്ററിംഗ് ഉണ്ട്. അക്കാഡമിക് മെന്റർ ഓരോ കുട്ടിയുടെയും പഠന വിഷയങ്ങളിൽ ഇടപെടുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒരു മേഖലയാണ്. ഈ കുട്ടികൾക്ക് ഞങ്ങൾ അക്കാഡമിക്സ് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ അഭിമന്യ പാസ്റ്റർമാരുടെ നേതൃത്വത്തിൽ നമുക്കൊരു സ്പിരിച്വൽ മെന്ററിംഗ് എന്ന് പറയുന്ന ഒരു മേഖല കൂടി കൊടുക്കാവുന്നതാണ്. അവർക്ക് വിശ്വാസത്തിൽ കൂടി അവരെ വളർന്നു വരാനുള്ള ഒരു മേഖല കൂടി തുറന്നിടാവുന്നതാണ്. വലതുവശത്തേക്ക് വരുമ്പോൾ നമുക്ക് 7ഓളം പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് ജെംസ് ടോക്ക് എന്ന് പറയും. ഓരോ മേഖലയിലെ എക്സ്പേർട്സ് ആയ ആളുകൾ നമ്മുടെ കുട്ടികളുമായി സംവദിക്കുകയാണ്. അതിൽ ഐക്യരാഷ്ട്രസഭയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുണ്ട്, ISROയിൽ നിന്ന് ഉദ്യോഗസ്ഥരുണ്ട്, IAS ഉണ്ട്, IPS ഉണ്ട്, IFS ഉണ്ട്, ജഡ്ജസ് ഉണ്ട്. അങ്ങനെ വിവിധ മേഖലകളെ ആളുകൾ നമ്മുടെ കുട്ടികളോട് അവരെങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് സംവദിക്കുന്നതാണ് ജെംസിന്റെ ജെംസ് ടോക്ക് എന്ന് പറയുന്നത്. മറ്റൊന്ന്, നമുക്ക് ഓരോ മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കാൻ പറ്റുന്ന മാഗസിൻ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. സ്കോളക്സ് എന്ന പേരിൽ സ്കോളർഷിപ്പ് വഴി പ്രത്യേക പരിശീലനം നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ 140ഓളം സ്കോളർഷിപ്പുകൾ നമ്മുടെ കുട്ടികളെ ദൈവകൃപയാൽ നമുക്ക് പഠിപ്പിക്കാൻ സാധിച്ചു, അത് അറിയിക്കാൻ സാധിച്ചു, പ്രത്യേക പ്രോത്സാഹനം നൽകാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ക്യാമ്പുകൾ നമ്മൾ തയ്യാറെടുക്കുന്നുണ്ട്. അങ്ങനെ ഓഫ്ലൈനിലും ഓൺലൈനിലും ഇവർ കണ്ടുമുട്ടുകയും പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കുന്നത്. ഇനി ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമാകുമ്പോൾ നമുക്കറിയാം ഈ കുട്ടികൾ പഠിക്കുന്നുണ്ടോ, എങ്ങനെയാണ് ഈ കുട്ടികൾ പഠിക്കുന്നത്, ഇവർ പെർഫോം ചെയ്യുന്നുണ്ടോ. തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകുന്ന കമ്മ്യൂണിറ്റികൾക്കെല്ലാം നമ്മൾ ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുക്കും. അങ്ങനെ നമുക്കൊക്കെ ഇതിൻ്റെ ലീഡർഷിപ്പിലുള്ള ആർക്കും എടുത്ത് നോക്കാൻ പറ്റും നമ്മുടെ കുട്ടികൾ എവിടെ എത്തി, അവരുടെ സ്വപ്നങ്ങൾ എവിടം വരെ എത്തി, അവർ ക്ലാസ് കൂടുന്നുണ്ടോ, ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടോ, ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന ഒരു ഡാഷ്ബോർഡും കൂടി ഇതിൻ്റെ ലീഡർഷിപ്പിലുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇതൊരു 100% ട്രാൻസ്പെറൻ്റ് ആയ ഒരു പ്രൊജക്റ്റാണ്. തീർച്ചയായിട്ടും പരസ്പരം വളർത്തിയും നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു ദീർഘകാല പരിശീലന പദ്ധതിയാണ് തീർച്ചയായിട്ടും പ്രൊജക്ട് ജെംസ്. ഈ സ്ക്രീനിൽ കാണിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി നമ്മൾ നടത്തിയ ചില മത്സരങ്ങളൊക്കെയാണ്. ഉദാഹരണം, ചന്ദ്രോത്സവം എന്നൊരു മത്സരം നമ്മൾ നടത്തി. വേറെ ഒന്നുമല്ല, ചന്ദ്രയാൻ ദൗത്യം വിജയിച്ച സമയത്ത് ഇന്ത്യൻ ശാസ്ത്ര മേഖലയിൽ വലിയൊരു മുന്നേറ്റമാണല്ലോ. ആ സമയത്ത് നമ്മൾ കുട്ടികൾക്കൊരു മത്സരം നടത്തി. അതിൽ സമ്മാനം കിട്ടിയ കുട്ടികളെ നമ്മൾ റോക്കറ്റ് വിക്ഷേപണം കാണാൻ വേണ്ടി, ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ഞങ്ങൾ റോക്കറ്റ് വിക്ഷേപണം കാണാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അവർ റോക്കറ്റ് വിക്ഷേപണം കണ്ട് അതിനെക്കുറിച്ച് പഠിച്ച് തിരിച്ചു വരുന്നു. അങ്ങനെ വിവിധ മത്സരങ്ങൾ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ കൊടുക്കുന്നു. ഒപ്പം കുറേ നല്ല ഹാബിറ്റ്സ് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്നാണ് പുസ്തക വായന, പത്രവായന. മറ്റൊന്ന്, ഇത് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ ഫുഡ് ചലഞ്ചാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണത്തെക്കുറിച്ചുള്ള ലോക ഭക്ഷ്യദിനവുമായി ബന്ധപ്പെട്ട് ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം, അതുണ്ടാകുന്ന വഴികൾ, ഇതെല്ലാം കുട്ടികളെ ബോധവൽക്കരിക്കാൻ വേണ്ടി നടത്തിയ ക്യാമ്പയിനാണ്. ഇങ്ങനെ ഓരോ മാസവും ഓരോ പ്രധാനപ്പെട്ട ക്യാമ്പയിൻ ബേസ് ചെയ്ത് നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതാണ് പ്രൊജക്ട് ജെംസിൻ്റെ ഈ യാത്രയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു യാത്രക്കിടയിൽ നമ്മൾ ഏകദേശം 754-ലധികം കുട്ടികൾ നമ്മുടെ വിവിധ സ്കോളർഷിപ്പുകൾ നേടുന്നു. 30 ലക്ഷം രൂപയിലധികം സ്കോളർഷിപ്പ് നമുക്ക് ദൈവകൃപയാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിച്ചു. ഇത് USS സ്കോളർഷിപ്പ്, NMMS സ്കോളർഷിപ്പ്, തളിരെന്ന് പറഞ്ഞ കേരള ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പ്, ഈ വിജയികളുടെ ചിത്രങ്ങളാണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. അതായത് പ്രൊജക്ട് ജെംസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനെ കുട്ടികളുമായി കണക്ട് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്, മൊബൈൽ ആപ്പാണ്. അതിന് പുറമെ നമ്മൾ 8ഓളം കാര്യങ്ങളിലൂടെ അവരുടെ എല്ലാ അർത്ഥത്തിലും സ്പിരിച്വലി, അക്കാഡമിക്കലി അവരെ ചേർത്ത് പിടിച്ച് നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ആ ഒരു യാത്രയിലേക്ക് നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് പ്രൊജക്ട് ജെംസ് എന്ന ഈ ഒരു പരിശീലന പദ്ധതിയിൽ. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ടൈം ലൈൻ, എങ്ങനെയാണ് ഈ പദ്ധതി അടുത്ത വർഷങ്ങളിൽ നടത്തപ്പെടുന്നത്, എങ്ങനെയാണ് ഈ പദ്ധതിയുടെ അടുത്ത അക്കാഡമിക് ഇയറിലെ നമ്മുടെ ഇൻവോൾവ്മെൻറ്റ്, അത് എനിക്ക് തോന്നുന്നു അടുത്ത 2 മിനിറ്റിൽ നോയൽ അവതരിപ്പിക്കും. താങ്ക് യു.
നമുക്കിതിൻ്റെ മുന്നോട്ടുള്ള സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുവാണ്. അതിൽ ആദ്യമായിട്ട്, അതായത് ഇതിനോടൊരു താല്പര്യമുള്ളവർ, അതായത് നമുക്ക് ഞാൻ അറിഞ്ഞ സാമുൽ സാറിനോടനുസരിച്ച് ഞാൻ സംസാരിച്ചനുസരിച്ച് നമുക്ക് 1200ഓളം ചർച്ചുകൾ ഇന്ന് കേരളത്തിൽ തന്നെ നമുക്കുണ്ട്. അതിൽ നിന്ന് അതിനെ ലീഡ് ചെയ്യുന്ന ദൈവ ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്റർമാർ ഒരു ചർച്ചിൽ നിന്ന് ഒരാളെയെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയെങ്കിൽ അവരായിരിക്കും നമ്മുടെ ചർച്ചിനെ അടുത്ത ഫ്യൂച്ചറിലേക്ക് അവർ നമ്മളെ ലീഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള താല്പര്യമുള്ള, അതായത് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ മാത്രമാണ് ഇതിന് ജോയിൻ ചെയ്യിക്കുന്നത്. ഇപ്പം നിലവിൽ നമ്മുടെ ഒരു അക്കാഡമിക് ഇയറിൻ്റെ എൻഡ് ആയതുകൊണ്ട് നമ്മൾ അടുത്ത വർഷം 7ലേക്ക് കയറുന്ന കുട്ടികളെയാണ് നമ്മളിപ്പം ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് നിലവിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ മാത്രം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഞങ്ങളിതൊരു ഒരു ഒരു ബൈജൂസ്, ഞാനൊരു കമ്പനിയെ ഞാനൊരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല. ബൈജൂസ് പോലെയുള്ള കമ്പനികൾ, അതായത് ഈ എന്ത് തരത്തിലും കുട്ടികളെ ജോയിൻ ചെയ്യിച്ച് പൈസ മേടിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല. ഈ ചർച്ചിൽ നിന്ന് ഞങ്ങൾക്ക് 2 പേരെ തന്നാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അത്രയും സന്തോഷത്തോടെ ഞങ്ങളത് സ്വീകരിക്കും. പക്ഷേ ഞങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടാണ്. ആ റിസൾട്ടിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. നമ്മളിപ്പം നമ്മുടെ അടുത്തുള്ള ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് ഓൾമോസ്റ്റ് 140ഓളം കുട്ടികൾ നിലവിൽ പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോ ഇപ്പം മർത്തോമ സഭ നമ്മുടെ ഈ പ്രൊജക്റ്റ് ഏറ്റെടുക്കുകയാണ്. ഒപ്പം തന്നെ ഓർത്തഡോക്സ് സഭയുടെ ഓൾമോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ലെവലെത്തി. മർത്തോമ സഭ ഇതിൻ്റെ ഫൈനലൈസേഷൻ ലെവലിലേക്ക് നിൽക്കുകയാണ്. ഇംപ്ലിമെൻറ്റേഷൻ നമ്മുടെ ഒരു ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞ് അപ്രൂവലും എല്ലാം കഴിഞ്ഞ് ഇപ്പം ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ലെവല് നമുക്കൊരു ഈ വരുന്ന ഫെബ്രുവരി 15-നുള്ളിൽ ഇതിനോടൊരു താല്പര്യമുള്ള ആൾക്കാരെല്ലാവരും ഇതിന് ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്മൾ നടത്തണം. ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് താല്പര്യമുള്ളവരുടെ ഒരു ലിസ്റ്റ് നമ്മൾ ഇവിടെ ബഹുമാനപ്പെട്ട അധികാരികളുടെ ഒന്ന് കൊടുക്കുക. ആ ഫെബ്രുവരി 15-ന് ശേഷം നമ്മൾ നടത്തുന്നത് ഈ താല്പര്യമുള്ള എല്ലാവരെയും ഒന്നിച്ച്, ഒപ്പം തന്നെ അവരുടെ പേരൻസിനെയും ഒന്നിച്ച് നമ്മളൊരു ഓൺലൈൻ വെബിനാറാണ്. അപ്പം അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഇതിലും ഡീപ്പായിട്ട് നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഇതിൻ്റെ പ്രോസസ്സും കൃത്യമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാവും. അന്ന് നമ്മൾ ഇവരുടെ എല്ലാ തരത്തിലുള്ള ഒരു ചെറിയൊരു ഡൗട്ട് പോലും നമ്മൾ കൃത്യമായിട്ട് അത് ക്ലാരിഫൈ ചെയ്യും. അതിനുശേഷം നമ്മൾ നമ്മുടെ സഭയുടേതായ അതായത് ഇതൊരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു എഫേർട്ടിലൂടെ മാത്രമേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഞങ്ങളുടെ ഫേം ഇതിന് വേണ്ടിയിട്ട് 150% ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യും. ഒപ്പം തന്നെ കുട്ടികളുടെ പേരൻസും ഒരു ടീമായിട്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മുടെ ചർച്ചിൻ്റെ ഒരു ടീമും ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു മിഷൻ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ട് ഒരു ടീമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ടീം ഞങ്ങളുമായിട്ട് കോർഡിനേറ്റ് ചെയ്താണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടീമിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ ടീമുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഒരു ഡേറ്റ കളക്ഷൻ നമ്മൾ എടുക്കുകയാണ്. അത് നമ്മളൊരു ഗൂഗിൾ ഫോമിലൂടെ ഓൺലൈനിലൂടെയാണ്, ഫിസിക്കലായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഓൺലൈനിലൂടെ ഒരു ഗൂഗിൾ ഫോമിലൂടെ ഇവരുടെ ഡേറ്റ മൊത്തം നമ്മൾ കംപ്ലീറ്റ്ലി കളക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതായത് അതിന് മുന്നോടിയായിട്ട് നമ്മുടെ പേരൻസിന്, അതായത് നമ്മൾ കുട്ടികൾക്കും പേരൻസിനുമായിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ പേരൻസുമായിട്ട് നമ്മളൊരു ഓൺലൈൻ ഇൻറ്ററാക്ഷൻ നമ്മൾ ഉണ്ടാകുകയാണ്. കാരണം അവർക്കും ഏറ്റവും കൂടുതൽ അവർ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കൺസേൺ ആണ് കുട്ടികൾക്ക് സ്കൂളിലെ പഠനമുണ്ട്, ഇതും കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലെ സിലബസിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ UPSC പോലുള്ള എക്സാംസിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും കണ്ടന്റും പ്രത്യേകം ഒന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു എന്ന് മാത്രമാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകത. അപ്പോൾ അവർക്കൊരിക്കലും അതൊരു അഡീഷണൽ സ്ട്രെസ്സായിട്ട് മാറുന്നില്ല. അതായത് എന്നും 3-4 മണിക്കൂർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുന്ന സമയത്തിൽ നിന്ന് നമ്മൾ ആ കുട്ടികളോട് ഒരു ദിവസം ചോദിക്കുന്നത് 30 മിനിറ്റാണ്. അത് ഏത് സമയത്ത് വേണേലും ആകാം. അവർക്ക് രാവിലെ ആണെങ്കിൽ രാവിലെ, വൈകിട്ടാണെങ്കിൽ വൈകിട്ട്, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈമിൽ അവർക്ക് ഈ സംഗതി പഠിക്കാവുന്നതാണ്. അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു പേയ്മെൻറ്റ് ലെവലിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് നമ്മളൊരു കുട്ടിക്ക് നമ്മൾ ഒരു വർഷത്തേന്, ഇത് 10 കൊല്ലത്തെ പ്രൊജക്റ്റാണ്, ഒരു കുട്ടിക്ക് ഒരു വർഷത്തേന് നമ്മൾ ചാർജ് ചെയ്യുന്നത് 20,000 രൂപ പ്ലസ് GST, അതായത് 23,600 രൂപയാണ് ഒരു വർഷത്തേന് നമ്മൾ ചാർജ് ചെയ്യുന്നത്.
അത് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഈ ഒരു ഓൺലൈൻ കോഴ്സ് ഒപ്പം തന്നെ അതിനോട് ചേർന്നുള്ള ക്യാമ്പുകൾ അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ചെലവുകളും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതായത് ഇതിൻ്റെ കൂട്ടത്തിലുള്ള അഡീഷണൽ ആയിട്ടുള്ള ഒത്തിരി കോച്ചിങ്ങുകൾ USS, NMMS, തളിര് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള എക്സാമുകളുടെ കോച്ചിങ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് ക്യാമ്പ് നമുക്ക് ഒരു 1 ഡേ ക്യാമ്പുകളുണ്ട്. എല്ലാ വർഷവും 2 1 ഡേ ക്യാമ്പുകളുണ്ട്. അത് നമ്മുടെ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ വെച്ചായിരിക്കും നടക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഒരു 3 ഡേ റെസിഡൻഷ്യൽ ക്യാമ്പുകളുണ്ട്. ആ 3 ഡേ റെസിഡൻഷ്യൽ ക്യാമ്പിന് നമുക്ക് അവർ കുറച്ച് മെറ്റീരിയലുകൾ ആവശ്യം വരും. അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് മാത്രമേ നമ്മൾ ആ കുട്ടികളിൽ നിന്ന് ചാർജ് ചെയ്യത്തുള്ളൂ. അത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നിതിൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അധികാരികൾക്ക് നമ്മൾ കൃത്യമായിട്ട്, അതായത് ഓരോ കുട്ടികളുടെയും മൂവ്മെൻറ്റ്സ് നമുക്ക് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഡാഷ്ബോർഡിൻ്റെ ആക്സസ് കൊടുക്കും. അതിൻ്റെ അകത്ത് കുട്ടികളുടെ ഓരോ ഗ്രോത്തും നമുക്ക് കൃത്യമായിട്ട് അസസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇത്. പിന്നെ ഫൈനലി നമ്മളിതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് ഏപ്രിൽ 1-ാം തീയതി അതായത് ഏപ്രിൽ മാസം നമ്മുടെ ഈ നെക്സ്റ്റ് ബാച്ച് നമ്മൾ ജോയിൻ ചെയ്യും. അപ്പോൾ അതിനുള്ളിൽ ഈ പ്രോസസ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ പ്രോഗ്രാം ലോഞ്ചിന് നമ്മൾ ഈ കുട്ടികളെയും പേരൻസിനെയും എല്ലാവരെയും നമ്മുടെ ചർച്ചിൻ്റെ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ വിളിച്ചു കൂട്ടി നമ്മുടെ ചർച്ചിൻ്റെ എല്ലാ അധികാരികളും എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരുടെ എല്ലാ കൺസേൺസും അഡ്രസ്സ് ചെയ്ത് നമ്മൾ എല്ലാവരോടും ഒരുമിച്ച് പ്രാർത്ഥിച്ച് പ്രിപ്പയർ ചെയ്താണ് നമ്മൾ ഇതിൻ്റെ ആ ഒരു ലോഞ്ച് നടത്തുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഏകദേശം ഒരു സ്ട്രക്ചർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുവാണ്, നമ്മളൊരു ഫെബ്രുവരി 15-ന് ഉള്ളിൽ തന്നെ നമുക്ക് ആരുടെ പേര് കൊടുക്കാൻ പറ്റുമായിരിക്കും ഇവിടെ നിന്നൊന്ന് കണക്ട് ചെയ്യാൻ? തീർച്ചയായിട്ടും. അപ്പം ഇവിടുത്തെ കമ്മിറ്റിയിൽ ആലോചിച്ചിട്ട് ഇവിടുന്ന് അറിയിക്കുന്നതായിരിക്കും. അപ്പം ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഫോളോ അപ്പും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ട്? എനിക്കിനി 3 മിനിറ്റ് കൂടെ ഉള്ളൂ അനുവദിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കിപ്പം ചോദിക്കാവുന്നതാണ്. ചോദിക്കുന്നതിന് ഒരു മടിയും വിചാരിക്കേണ്ട. എന്ത് തരത്തിലുള്ള സംശയങ്ങളാണ് ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് എങ്ങനെയുണ്ട്? ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ കൊള്ളാം. നിതിനായിരിക്കും അതിൻ്റെ അകത്ത്, ഈ പ്രൊജക്ടിൻ്റെ കംപ്ലീറ്റ് ഡയറക്ടർ നിതിനാണ് അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ ഈ കുട്ടികളെ ബിൽഡ് ചെയ്ത് വരുന്നത് ഇപ്പം നമ്മുടെ ഈ പ്രൊജക്ട് ജംസിൻ്റെ 4-ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ വരികയാണ്. പ്രൊജക്ട് ജംസിലെ കുട്ടികളെ റിസൾട്ടുകൾ നമ്മൾ കാത്തിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ റിസൾട്ട് ഞാൻ പറഞ്ഞല്ലോ, 30 ലക്ഷം രൂപയുടെ ഈ സ്കോളർഷിപ്പ് കിട്ടിയ 756 കുട്ടികൾ അവരുടെ പ്രായത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റിസൾട്ട് നമ്മൾ ദൈവകൃപയാൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി കഴിഞ്ഞൊരു 7 വർഷത്തെ നമ്മളുടെ യാത്രയിൽ നമ്മൾ ആദ്യ വർഷം സിവിൽ സർവീസ് പരിശീലനം കൊടുത്ത കുട്ടികൾ അവരുടെ ഡിഗ്രി പഠനമൊക്കെ പൂർത്തിയാക്കി അടുത്ത 2-3 വർഷത്തിനുള്ളിൽ അവർ സിവിൽ സർവീസ് പരീക്ഷ എഴുതി വിജയിക്കും. എന്നാൽ നമ്മുടെ കൂടെ അധ്യാപകരായ കുറച്ചധികം പേര് ഇന്ന് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഓഫീസേഴ്സായി വന്നിട്ടുണ്ട്. നമ്മളുടെ കണക്ക് പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ ഇന്ന് കണ്ണൂർ SP ആണ്, നിതിൻ രാജ് IPS. നമ്മളുടെ ഹിസ്റ്ററി ഇൻ്റർനാഷണൽ റിലേഷൻസ് കൈകാര്യം ചെയ്തിരുന്ന ഒരാൾ, അദ്ദേഹം ഇന്ന് പഞ്ചാബിലെ ഒരു കളക്ടറാണ്, ഡോക്ടർ നിർമ്മൽ ഔസേപ്പച്ചൻ IAS. നമ്മളുടെ ഹിസ്റ്ററി അധ്യാപകൻ ഇന്ന് ഡോക്ടർ ജോൺ ഡിക്കൂത്തോ, അദ്ദേഹം ഇന്ന് ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ നമുക്കൊരു 15ഓളം ആളുകൾ നമ്മളുടെ ഈ പരിശീലന പദ്ധതി അല്ലെങ്കിൽ നമ്മളുടെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ചെയ്ത റേസ് ടു IAS ഉൾപ്പെടെയുള്ള പരിശീലന പദ്ധതികൾ ബിൽഡ് ചെയ്ത അധ്യാപകർ. തീർച്ചയായിട്ടും കുട്ടികളുടെ റിസൾട്ട് നമുക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷകളാണ്. ഒപ്പം നമ്മളുടെ ഈ ഒരു യാത്രയിൽ നമുക്ക് 178 കുട്ടികളെ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതിൽ 125ഓളം പേര് തന്നെ പഠിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായ ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനമുള്ള ആദ്ര എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. അവൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ SLR എന്ന് പറയുന്ന ലേഡി ശ്രീറാം എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ കോളേജിൽ നിന്ന് BComന് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് ഗോൾഡ് മെഡലിസ്റ്റായി. ഇന്ന് മാസം 2.25 ലക്ഷം രൂപ ചെന്നൈയിൽ ഒരു മാസം ഈ നാട്ടിൽ തന്നെ നേടുന്ന ഒരു അലുമിനിയാണ്. അങ്ങനെ ഒത്തിരി ആളുകളുടെ കഥകൾ പങ്കുവെക്കാനുണ്ട്. താങ്ക് യു. കുട്ടികളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവരുടെ IQ ലെവൽ നമ്മൾ പരിശോധിച്ചായിരിക്കുമല്ലോ ഈ ഒരു ഹയർ ലെവലിലേക്ക് നമ്മൾ അവരെ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണെന്നുള്ളത്. തീർച്ചയായും
നമുക്ക് ഇതിനകത്ത് നമ്മളായിട്ട് നേരിട്ട് നമ്മളൊരു പരീക്ഷ നടത്താൻ നിർബന്ധിക്കില്ല. പക്ഷേ തീർച്ചയായിട്ടും പല സഭകൾ പല രീതിയിലാണ് ക്രമീകരിക്കുന്നത്. ഇപ്പം അടുത്ത ആഴ്ച ഗുജറാത്തിൽ നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ക്രിസ്ത്യൻ സ്കൂളാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരാവശ്യപ്പെട്ടത് ആ കുട്ടികൾ ഇതിനകത്ത് യോഗ്യരാണോ ഞങ്ങൾക്കറിയില്ല, അവർക്കൊരു പരീക്ഷ നടത്തി തരണം. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷ നടത്താൻ പറ്റും. ആ പരീക്ഷയുടെ സിലബസ്, അതിൻ്റെ ചോദ്യപേപ്പറൊക്കെ നമുക്ക് തരാൻ സാധിക്കും. അത് ചെയ്യുകയാണെങ്കിൽ 2 ഗുണമുണ്ട്. ഒന്ന്, കുറച്ചുകൂടെ സീരിയസ് ആയ കുട്ടികളെ നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കാം. എന്നാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് സമയം ഇതിനുവേണ്ടി മാറ്റിവെക്കണം, കുറച്ച് എഫേർട്ട് ഇതിന് ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമുള്ള, താല്പര്യമുള്ള ആരെയും ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കാം. അതാണ് നോർമൽ നമ്മളുടെ ഇതുവരെ സ്വീകരിച്ചിരുന്ന രീതി. പക്ഷേ കഴിഞ്ഞ വർഷം തൊട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന ആളുകൾക്കെല്ലാം ഇപ്പോൾ സഭ തീരുമാനിക്കുകയാണ് അങ്ങനെ ഒരു പരീക്ഷ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ നടത്തുന്നത് നല്ലതാണ്. അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും, ചോദ്യപേപ്പർ എല്ലാം നമ്മൾ അയച്ചു തരും. അതിൻ്റെ സിലബസ്, അതിൻ്റെ പരിശീലനത്തിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ക്രമീകരിക്കും. അങ്ങനെ കുട്ടികളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ കാലം അവർ കുറെ കൂടി ഇൻട്രസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്ത് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. താങ്ക് യു. നിങ്ങളോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ 4 മണിക്ക് അപ്പുറത്ത് നമുക്കൊരു സെറിമണി ഉണ്ട്. അത് കൃത്യമായിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് ഇനിയും നീട്ടാൻ കഴിയത്തില്ല. അവരെ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ട് സംസാരിക്കണമെങ്കിൽ, അങ്ങനെ ആർക്കെങ്കിലും നിങ്ങൾ അവിടെ എവിടെയെങ്കിലും ഒരു അവൈലബിൾ ആകുകയാണെങ്കിൽ, താഴെ അവൈലബിൾ ആണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ചെങ്ങന്നൂർ സെക്ഷൻ പ്രസ്പിറ്റർ ഷൈജു തങ്കച്ചൻ പാസ്റ്റർ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് ഈ സെഷൻ ക്ലോസ് ചെയ്യും. ഞങ്ങളുടെ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഉച്ച കഴിഞ്ഞ് ഇത്രത്തോളം സമയം ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജോൺസണിലൂടെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവ് സഹായിക്കണം. എല്ലാ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങളുടെ കൺവെൻഷനെ ഏറ്റവും അധികം അനുഗ്രഹമാക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഇടയിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്നായി ചെയ്യുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.